സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളോട് സ്തോത്രം പറയുവാനും ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ വചനത്തെ ഈ സമയത്ത് നമുക്കെല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി ധ്യാനിക്കുവാനും ഈ രീതിയിൽ ഈ പ്രോഗ്രാം കർത്താവ് നമുക്ക് നൽകിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. സുഖമായിരിക്കുന്നോ? ഈ കാര്യപരിപാടികൾ നിങ്ങൾ പതിവ് തെറ്റിക്കാതെ തന്നെ എല്ലാ ദിവസവും വീക്ഷിക്കുന്നുണ്ടോ? ഈ കാര്യപരിപാടികൾ വിവിധ ചാനലുകളിൽ വിവിധ ഭാഷകളിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ്. ക്രമമായിട്ട് തന്നെ ഈ പ്രോഗ്രാം വീക്ഷിക്കുക. ആത്മീയമായിട്ട് നിങ്ങൾ ബലം പ്രാപിച്ച് ജീവിക്കുക. സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 22-ാമത്തെ വാക്യം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടത് എന്തെന്നാൽ. ഇവിടെ ദൈവം മോശയോട് പറയുകയാണ്, അഹരോനോടും അഹരോന്റെ പുത്രന്മാരോടും നീ പോയി ഇങ്ങനെ പറയുക, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടത് എന്തെന്നാൽ. എത്ര പേർക്ക് അനുഗ്രഹം എന്നതിൻ്റെ അർത്ഥം അറിയാം? എത്ര ആളുകൾക്ക് ആഗ്രഹമുണ്ട് അനുഗ്രഹിക്കപ്പെടണം എന്ന്? എത്ര ആളുകൾക്ക് അനുഗ്രഹങ്ങൾ ആവശ്യമുണ്ട്? എന്താണ്, ആരും പറയുകയില്ലല്ലോ അനുഗ്രഹം വേണ്ട എന്ന്. അനുഗ്രഹിക്കപ്പെടണം. ഇങ്ങനെയുള്ള മീറ്റിങ്ങിൽ വരുന്നതിൽ അനേകം ആളുകളും വചനം കേൾക്കുക മാത്രമല്ല, അവരുടെ ഉദ്ദേശം ദൈവത്തിൻ്റെ ദാസന്മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. എങ്ങനെയാണ് അനുഗ്രഹം വരുന്നത്? നിന്നേക്കാൾ യോഗ്യതയുള്ളതായ വ്യക്തികൾ, ദൈവത്തിൻ്റെ ഭക്തന്മാരായിരിക്കുന്നതായ നിന്നേക്കാൾ വലിയ വ്യക്തികൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിനക്ക് അനുഗ്രഹം ലഭിക്കാനിടയാകും. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിനക്ക് അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ നിന്നെ അനുഗ്രഹിക്കുവാൻ ഒരു വ്യക്തി ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവം നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പുരോഹിതന്മാരാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ദൈവത്തിൻ്റെ ദാസന്മാരാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. മക്കൾക്ക് അനുഗ്രഹം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ദൈവം മാതാപിതാക്കളെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ അയ്യോ, ഇന്ന് എത്രയോ മാതാപിതാക്കൾ മക്കൾക്ക് അനുഗ്രഹമായിരിക്കുന്നില്ലല്ലോ, ശാപത്തെ കൊടുക്കുകയാണ്. നീ പിതാവായിരുന്നിട്ടും മക്കളെ കരുതാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ, നീ ശപിക്കപ്പെട്ട ജീവിതത്തിലായിരിക്കുന്നെങ്കിൽ നിന്നെ തന്നെ നീ നശിപ്പിക്കുക മാത്രമല്ല, നിന്റെ മക്കളുടെ ജീവിതത്തിൽ നീ ശാപത്തെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ മാതാവായിരിക്കുന്നതായ നീയും, ഒരു മാതാവ് തൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കുകയാണ്. പാല് കൊടുക്കുന്ന സമയത്ത് മറ്റു വ്യക്തിയോടുള്ളതായ ദേഷ്യം കാരണം, വെറുപ്പ് കാരണം ചീത്ത വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കോപത്തോടുകൂടി ചീത്ത വിളിക്കുന്ന സമയത്ത് പാല് കുടിക്കുന്നതായ ആ കുഞ്ഞിന് പാലല്ല ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, പാലിന് പകരമായി രക്തമാണ് ലഭിക്കുന്നത്. ആ കുഞ്ഞ് രക്തം വലിച്ചു കുടിക്കുന്നു. കോപം കൊണ്ട് വിറച്ച ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും പാല് രക്തമായിട്ട് മാറാനിടയായി. അത് കുടിച്ചതായ കുഞ്ഞ് അസ്വസ്ഥനാകുന്നു. നീ അറിഞ്ഞോ അറിയാതെയോ നിന്റെ ജീവിതത്തിൽ നീ ഗർഭത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ ആരോടെങ്കിലും പിണക്കമോ ദേഷ്യമോ ഉണ്ടെങ്കിൽ നിന്റെ ഗർഭത്തിലായിരിക്കുന്നതായ ആ കുഞ്ഞിന് വളർച്ചയിൽ പ്രശ്നങ്ങളുണ്ടാകാം. ആ കുഞ്ഞിൻ്റെ തലച്ചോറോ കിഡ്നിയോ ഹാർട്ടോ വളരാതിരിക്കുന്നത് കാണാം. ആ കുഞ്ഞിന് ശരിയായ വളർച്ച ഉണ്ടാക്കാത്തത് കൊണ്ട് അനേകം അമ്മമാർ കരയുന്നത് കണ്ടിട്ടുണ്ട്. കാരണം നിന്റെ വയറ്റിൽ കിടക്കുന്നതായ കുഞ്ഞിന് നിന്റെ ജീവിതത്തിൽ കൂടി അനുഗ്രഹം വരുന്നില്ല. നീ ശാപമായി മാറുകയാണ്. നീ കഴിക്കേണ്ടുന്ന ആഹാരം കഴിക്കുന്നില്ല. നിന്റെ മനസ്സ് സ്വസ്ഥതയോടെ ഇരിക്കുന്നില്ല. നിന്റെ ഹൃദയത്തിൽ ഭാരമാണ്. ഗർഭിണിയായിരിക്കുന്ന ഭാര്യയെ ഭർത്താവ് വേദനിപ്പിക്കുന്നു, നിന്ദിക്കാറുണ്ട്, അപമാനിക്കാറുണ്ട്. എത്രയോ ആളുകൾ പറയാറുണ്ട്, നിന്റെ വയറ്റിൽ വളരുന്നത് എൻ്റെ കുഞ്ഞ് തന്നെയാണോ? അപ്പോൾ ആ മാതാവിൻ്റെ വേദന എന്തായിരിക്കും? ആ സ്ത്രീയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിത്തീരും എന്നുള്ള മനുഷ്യർ അത് ആലോചിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ കാലത്ത് വികലാംഗരായ അനേകം കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. എന്താണ്? ദൈവം ശരിയായ സൃഷ്ടികർത്താവ് അല്ലേ? അവൻ്റെ സൃഷ്ടിയിൽ കുറവുകൾ ഉണ്ടാകുമോ? അല്ല, നീ ഒരു ശാപമായി, സ്വന്തം മക്കൾക്ക് തന്നെ നീ ശാപമായി തീരുകയാണ്. ഗർഭവതികളായിരിക്കുന്ന സഹോദരിമാർ ശ്രദ്ധിക്കുക. നിങ്ങൾ മുടങ്ങാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി അവനെ ആരാധിക്കുക.
ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ ആ കുഞ്ഞ് ആരോഗ്യത്തോടുകൂടി, ചിലരാണെങ്കിൽ ഗർഭിണിയായാൽ പിന്നെ സഭയിലേക്ക് കടന്നു വരികയില്ല. അതിനെന്താണ്? ഗർഭാവസ്ഥ എന്ന് പറയുന്നത് ഒരു രോഗമാണോ? ഒരിക്കലുമല്ല. അത് അനുഗ്രഹമാണ്. ഗർഭവതിയായിരിക്കുന്നത് സ്വാഭാവികമാണ്. ഗർഭിണിയായി കഴിഞ്ഞാൽ ഒരു ജോലിയും ചെയ്യരുത് എന്ന് ദൈവം പറയുന്നില്ല. നീ ഗർഭിണിയായിരിക്കുമ്പോൾ നീ നല്ല സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് ഭക്ഷണം കഴിച്ചിരുന്നാൽ നിന്റെ കുഞ്ഞ് ആരോഗ്യത്തോടെ ജനിക്കും, സുഖമായിട്ട് ജനിക്കാനിടയാകും. 3 മാസം ഗർഭിണിയായിരുന്നതായ മറിയ 6 മാസം ഗർഭിണിയായിരുന്നതായ എലിസബത്തിൻ്റെ അരികിൽ ചെന്നപ്പോൾ അവർ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ഗർഭത്തിലായിരുന്നതായ കുഞ്ഞുങ്ങൾ എന്തു ചെയ്തെന്നാണ് പറയുന്നത്? അവർ വയറ്റിൽ കിടന്ന് തുള്ളാനിടയായി. അതായത് ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനും വെളിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ കഴിയും. അത് ഡോക്ടർമാരും ഇന്ന് തെളിയിക്കുന്ന വിഷയമാണ്. ഉദരത്തിലായിരിക്കുമ്പോൾ കുഞ്ഞ് കരയുകയും ചിരിക്കുകയും ചെയ്യും. അമ്മ കരയുമ്പോൾ കുഞ്ഞും കരയാനിടയാകും. 3 മാസമോ 4 മാസമോ 5 മാസമോ ആയാലും ആ കുഞ്ഞ് അമ്മ കരയുമ്പോൾ അതും കരയും. അമ്മ ചിരിച്ചാൽ ആ കുഞ്ഞും ചിരിക്കാനിടയാകും. കാരണം ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചത്. നീ അനുഗ്രഹിക്കപ്പെടണമെന്ന്. നീ ഗർഭിണിയായി, നിനക്കൊരു കുഞ്ഞൊക്കെ ഉണ്ടായി, നീ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് എത്രയോ ആളുകളാണ് അവരുടെ ജീവിതത്തിൽ, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, ഞാൻ എൻ്റെ ഭാര്യയുടെ കാര്യങ്ങളെല്ലാം നോക്കണം എന്നൊരു ജ്ഞാനം പോലുമില്ലാതെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതായി കാണുന്നു. ചിലർ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ നോക്കുകയില്ല. ആ കുഞ്ഞിന് അനുഗ്രഹമായിട്ട് ജീവിക്കത്തില്ല, അതിനൊരു മാതൃകയായിട്ട് ജീവിക്കില്ല. എൻ്റെ പ്രവൃത്തികൾ എൻ്റെ കുഞ്ഞുങ്ങളും കാണുന്നുണ്ട്. എൻ്റെ അടുക്കൽ വന്ന് പല കൊച്ചുകുട്ടികളും കാര്യങ്ങൾ പറയാറുണ്ട്. ഞങ്ങളുടെ ഡാഡി മദ്യപിച്ചിട്ട് മമ്മിയെ അടിക്കാറുണ്ട്, പ്രാർത്ഥന ചെയ്യൂ അങ്കിള് എന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ വന്ന് എൻ്റെ അടുക്കൽ പറഞ്ഞിട്ടുണ്ട്. നിന്റെ സന്തോഷത്തിനു വേണ്ടി ആ കുഞ്ഞിൻ്റെ ഹൃദയത്തെ നീ വേദനിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? നീ ഒരു പിതാവായതിനു ശേഷവും നീ മദ്യപാനിയാകുന്നുവെങ്കിൽ നിന്നേക്കാൾ ദുഷ്ടനായ വ്യക്തി മറ്റാരാണ്? സ്വന്തം മക്കൾക്ക് നീ ഒരു ശാപമായി തീർന്നിരിക്കുന്നു. ആർക്കാണ് വേണ്ടത് നീ കൊണ്ടുവരുന്ന പണം? നിന്റെ പണം കൊണ്ട് ആ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുവാനും അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കുവാനും നീ സ്വപ്നം കാണുകയാണോ? ആ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ നിന്റെ ബാധ്യത കഴിഞ്ഞെന്നാണോ? ആ കുഞ്ഞുങ്ങൾക്ക് നിന്റെ അനുഗ്രഹം ആവശ്യമാണ്. ദൈവം മോശയോട് പറയുകയാണ്, ഇസ്രായേൽ ജനം അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതായ പുരോഹിതന്മാർ അവരെ അനുഗ്രഹിക്കേണ്ടതാണ്. ഓരോ മാതാവും ഓരോ പിതാവും അവരുടെ മക്കൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരണം. പണ്ടുകാലങ്ങളിൽ മക്കളെ കൊണ്ടുപോയിട്ട് പ്രായമുള്ള അവരുടെ അമ്മമാരുടെ അടുക്കൽ കൊണ്ടുപോയിട്ട്, മോൻ്റെ അമ്മൂമ്മയാണ്, അപ്പൂപ്പനാണ്, അമ്മൂമ്മയ്ക്കൊരു ഉമ്മ കൊടുത്തേ, അപ്പൂപ്പനെ നമസ്കരിച്ചേ, അമ്മച്ചിയെ ഒന്ന് നമസ്കരിച്ചേ എന്നൊക്കെ പറയുമായിരുന്നു. അതിനുശേഷം അപ്പനോട് പറയും, അപ്പാ നിങ്ങളുടെ കൊച്ചുമകനെ ഒന്ന് അനുഗ്രഹിച്ചേ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നും കാണുന്നില്ല. ഇപ്പോഴങ്ങനൊന്നും പറയുന്നില്ല, അങ്ങേര് കളവനാണെന്നാണ്. നീയും കളവനെന്ന് വിളിക്കുന്നു, നിന്റെ മക്കളും കളവനെന്ന് വിളിക്കുന്നു. അവസാനം നിന്റെ അവസ്ഥയും ഇങ്ങനാകും. നീ ഇന്ന് ശാപമായി മാറിയിരിക്കുകയാണ്. നിന്റെ മക്കളെയും നീ ശപിക്കപ്പെട്ടവരാക്കി മാറ്റുകയാണ്. എത്ര ദാരുണമാണിത്! മുതിർന്നവരെ ബഹുമാനിക്കുക, തലനരച്ചവരെ ബഹുമാനിക്കുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക. യാക്കോബ് വൃദ്ധനായ സമയത്ത് യോസേഫ് തന്റെ പുത്രന്മാരെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അപ്പാ മക്കളെ അനുഗ്രഹിക്കുക, തലമേൽ കൈവച്ച് അനുഗ്രഹിക്കണമേ. എപ്പോഴെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുക്കൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് അവരുടെ അനുഗ്രഹം നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ? എന്താണ് അനുഗ്രഹിക്കണമെന്ന് പറയേണ്ട കാര്യം പോലുമില്ല. യഥാർത്ഥമായും നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ മുത്തച്ഛൻ്റെ അരികിൽ ചെന്ന്, മുത്തച്ഛിയുടെ അരികിൽ ചെന്ന് അവർക്ക് ഇഷ്ടമുള്ളതായ ഒരു പഴമോ അല്ലെങ്കിൽ അവർക്കിഷ്ടമുള്ള ആഹാരമോ എന്താണ് അല്പം കൊടുക്കുകയാണെങ്കിൽ, അമ്മേ കഴിക്കൂ എന്ന് പറഞ്ഞാൽ, എൻ്റെ മോനെ, എൻ്റെ ചക്കര കുഞ്ഞേ, നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടടാ, നീ എൻ്റെ പൊന്നു മോനാടാ എന്ന് പറയും. അത് മതി, അപ്പോൾ തന്നെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ആ പ്രായമുള്ളതായ ആ അമ്മയ്ക്ക് സ്വർണമൊന്നും കാണില്ല അനുഗ്രഹം. എന്നാൽ അമ്മയുടെ വാക്കുകൾ അവരുടെ ജീവിതത്തിൽ ആ കുഞ്ഞിന് അനുഗ്രഹമായിട്ട് മാറുകയാണ്. നിന്റെ കൊച്ചുമകനെയും കൊച്ചുമകളെയും അനുഗ്രഹിക്കുക, അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുക. മോനോട് വഴക്കാണെങ്കിൽ കൊച്ചുമകനോട് സംസാരിക്കത്തില്ല. മകളോടെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കൊച്ചുമകളെ മാറ്റി നിർത്തും. കൊച്ചുമക്കളെ സ്നേഹിക്കുകയില്ല. മകൻ്റെ കുഞ്ഞാണെങ്കിലും മകളുടെ മകനാണെങ്കിലും ആരാണെങ്കിലും നിന്റെ കൊച്ചുമകൻ തന്നെയാണ്. ഇവിടെ കൊച്ചുമക്കളുള്ള ആളുകളെല്ലാം കരങ്ങൾ ഉയർത്തുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. അതവർക്ക് നന്മയാണ്, അനുഗ്രഹമാണ്. അവർ വളർന്നു വരുമ്പോൾ അവർക്കത് അനുഗ്രഹമാണ്. ഇന്ന് അനുഗ്രഹങ്ങൾ ആവശ്യമാണ്. ഈ ലോകം ശാപത്തിൻ്റെ ലോകമാണ്. ഇവിടെ തിരിഞ്ഞാലും ആളുകൾ മറ്റുള്ളവരെ ശപിക്കുകയാണ്, പരസ്പരം വിമർശിക്കുകയാണ്, പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്, പരസ്പരം ശപിക്കുകയാണ്, പരസ്പരം വഴക്കുണ്ടാക്കുന്നു. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ എടുത്തു കാട്ടിക്കൊണ്ട്
സ്വയം നീതീകരിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിൻ്റെ മക്കൾക്ക് ഇത് ഒരിക്കലും യോജിക്കുന്ന സ്വഭാവമില്ല. കുറ്റപ്പെടുത്തുന്നവൻ പിശാചാകുന്നു. നുണ പറയുന്ന വ്യക്തികൾ പിശാചിന്റെ കൂട്ടുകാരനാണ്. കുറ്റം പറയുന്നവൻ പിശാചിന്റെ കൂട്ടുകാരനാണ്. നോക്കുക, ഈ ദിവസം നിങ്ങളുടെ നാവുകളിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ അല്ലാതെ ശാപത്തിൻ്റെ വാക്കുകൾ വരരുത്. നോക്കുക, യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്നു തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. നീ പോയി ചാകടി. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. ഒരു സമാധാനമില്ല, എവിടെയെങ്കിലും ഇറങ്ങിപ്പോകൂ. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. എന്താണ്? ഒരേ നാവ് കൊണ്ട് തന്നെ ദൈവത്തെ സ്തുതിക്കുന്നു, മറ്റുള്ളവരെ ശപിക്കുന്നു. ഇത് ശരിയായതല്ല. നിന്റെ നാവ് ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. നിന്റെ നാവിൽ നിന്ന് ദൈവത്തോടുള്ള സ്തുതികളാണ് വരേണ്ടത്, അല്ലാതെ കളിവാക്കുകളോ അസഭ്യമോ വരാൻ പാടില്ല. നിന്റെ നാവിൽ ജീവനും ഉണ്ട്, അതുപോലെ തന്നെ മരണവുമുണ്ട്. നാവിൽ ജീവനും മരണവുമുണ്ട്. നിന്റെ നാവ് കൊണ്ട് നീ പറയുന്നത് എന്താണോ, ഒന്നുകിൽ അത് ജീവൻ കൊടുക്കുന്നതാകും, അല്ലെങ്കിൽ മരണം കൊടുക്കുന്നതാകും. അതുകൊണ്ട് നീ നാവിനെ സൂക്ഷിക്കൂ. നിന്റെ നാവിനെ നിയന്ത്രിക്കുക. അനുഗ്രഹം വേണമെന്ന് പറഞ്ഞ് അനേകം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പാസ്റ്റർ പ്രാർത്ഥിക്കണം, പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ തന്നെ പറയൂ, ഒരേ പാസ്റ്റർ തന്നെ ഇത്രയും പേർക്ക് എങ്ങനെ പ്രാർത്ഥിക്കും? നിങ്ങളുടെ എല്ലാവരുടെയും പേര് വിവരങ്ങൾ മനസ്സിലാക്കി എല്ലാവരുടെയും തലമേൽ കൈവച്ച് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? എന്താണ്? കഴിയുന്നത് പോലെ ഞാൻ ചെയ്യാറുണ്ട്. എന്നാൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടാ? നീ എന്തുകൊണ്ട് നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല? നീ എന്തുകൊണ്ട് നിന്റെ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല? നീ എന്തുകൊണ്ടാണ് നിന്റെ വീട്ടുകാരെ അനുഗ്രഹിക്കാത്തത്? ദൈവത്തിൻ്റെ ഉദ്ദേശം, നിന്നെ അനുഗ്രഹിച്ചതിൻ്റെ കാരണം നീ നിന്റെ വീട്ടുകാരെയും നിന്റെ ചുറ്റുപാടുമുള്ളവരെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ്. ആ ദിവസം അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു. നദിക്കരയിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അന്യവിശ്വാസത്താൽ ജീവിച്ച ഒരു വ്യക്തി ദൈവത്തെ എല്ലാവർക്കും പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചു. ആ ദൈവത്തിൻ്റെ രൂപം അറിയാത്തതുകൊണ്ട് രൂപം ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. ഇന്ന് അനേകം ആളുകൾ സത്യാന്വേഷികളായിട്ടുണ്ട്. ദൈവം യഥാർത്ഥമായിട്ടുണ്ടോ, ജീവിക്കുന്ന ദൈവമാണോ എന്ന് അന്വേഷിക്കുന്ന അനേകം ആളുകളെ കാണാം. ദൈവം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്നു. അനേകം ആളുകളെ കണ്ടിട്ട് ദൈവത്തിന്റെ അവതാര പുരുഷന്മാരാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നു. അങ്ങനെയുള്ളവരെ കർത്താവ് കാണുന്നുണ്ട്. കർത്താവ് അബ്രഹാമിനെ കണ്ടു വിളിച്ചു. അബ്രഹാമേ, എന്താണ് വായിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 12-ന്റെ 2-ാമത്തെ വാക്യം നോക്കൂ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹം ആയിരിക്കും. നീ എന്തായി തീരും? അനുഗ്രഹമായിട്ട് തീരും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ എല്ലാവർക്കും അനുഗ്രഹമായി തീരും. 5 അപ്പവും 2 മീനും എല്ലാവർക്കും കൊടുക്കേണ്ടി വന്നപ്പോൾ യേശുവിന് എല്ലാവരുടെയും അടുക്കൽ ചെന്നത് കൊടുക്കുവാൻ കഴിയുമോ? അപ്പോഴെന്താണ് ചെയ്തത്? അതിനെ അനുഗ്രഹിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു. അനുഗ്രഹിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോൾ അവരും അനുഗ്രഹിക്കപ്പെടുവാനിടയായി. അത് കൊണ്ടുപോയി എല്ലാവർക്കും കൊടുത്തപ്പോൾ അതെല്ലാവർക്കും അനുഗ്രഹമായിട്ട് തീർന്നു. അവസാനം വിളമ്പിക്കൊടുത്തതായ ശിഷ്യന്മാർക്ക് എത്രയാണ് കിട്ടിയത് നോക്കുക. 12 കുട്ടകളാണ് ബാക്കി വന്നത്. കഴിച്ചവർക്ക് ആഹാരം കിട്ടിയെങ്കിലും വിളമ്പിക്കൊടുത്ത ആളുകൾക്ക് 12 കുട്ടകൾ. ആ ഇസ്രായേൽ രാജ്യത്ത് ചെന്നാൽ കാണും, ആ കുട്ടകൾ വലിയ വലിയ കുട്ടകളാണ് ആ കാലത്തുണ്ടായിരുന്നത്. 12 കുട്ടകൾ അനുഗ്രഹമായിട്ട് 12 പേർക്കും കിട്ടുവാനിടയായി. ആ 12 കുട്ടകൾ 12 ശിഷ്യന്മാർക്ക് കൊടുത്തതായിട്ട് കാണുന്നില്ലേ? അത് അനുഗ്രഹത്തിന്റെ സൂചനയാണ്. 5 അപ്പത്തെ അനുഗ്രഹിച്ചപ്പോൾ 5000 പേർക്ക് ഭക്ഷണമായിട്ട് മാറി. അതുപോലെ അനേകം കഷ്ണങ്ങൾ വിളമ്പിക്കൊടുത്തവർക്ക് ലഭിക്കാനിടയായി. നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നത് നീ അനേകർക്ക് അനുഗ്രഹമായി മാറുന്നതിന് വേണ്ടിയാണ്. നീ അനേകം അനുഗ്രഹങ്ങൾ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നില്ലയോ? മനസ്സിലാകുന്നുണ്ടോ? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ മറ്റുള്ളവർക്കും അനുഗ്രഹമായിട്ട് മാറും.
ഈ ദിവസം ഈ വചനം കേൾക്കുന്ന നാം എല്ലാം അനുഗ്രഹിക്കപ്പെട്ടാൽ നാം കടന്നു പോകുന്ന ഇടങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, ജോലി സ്ഥാപനങ്ങളിൽ, നമ്മുടെ കോളേജിൽ, അവിടെ ഉണ്ടായിരിക്കുന്ന സകലർക്കും നാം അനുഗ്രഹമായിട്ട് മാറും. അനുഗ്രഹമായിട്ട് മാറും. അങ്ങനെയുള്ള അനുഗ്രഹത്താൽ ലോകം മുഴുവനും നിറയണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നീ അനുഗ്രഹിക്കപ്പെടുന്നത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി അല്ല. നീ അനുഗ്രഹിക്കപ്പെടുന്നത് നിന്റെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും അനുഗ്രഹമാകാനാണ്. ജയ്പോളിനെ ദൈവം അനുഗ്രഹിച്ചു. കാരണം എന്താണ്? ജയ്പോൾ അനേകർക്ക് അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടിയാണ്. എൻ്റെ അനുഗ്രഹം അതാണ്. എനിക്കൊരു വീട് വാങ്ങിയിട്ടില്ല, കാറുകൾ വാങ്ങിയിട്ടില്ല, ബിൽഡിങ്ങുകൾ വാങ്ങിയിട്ടില്ല, പണം സമ്പാദിച്ചു വെച്ചിട്ടില്ല, 40 വർഷമായിട്ട് ഒന്നും തന്നെ സമ്പാദിച്ചു വെച്ചിട്ടില്ല. എന്നാൽ ഞാൻ അനേകം ആളുകൾക്ക് അനുഗ്രഹമായിട്ട് മാറി. ഓരോ മാസം തോറും ലക്ഷക്കണക്കിനുള്ള ബില്ലുകളാണ് ഞാൻ കെട്ടുന്നത്. എൻ്റെ കയ്യിൽ പണമില്ല, എന്നാൽ എനിക്ക് ബില്ലുകൾ അടയ്ക്കുവാൻ കഴിയുന്നുണ്ട്. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അനേകർക്ക് ഞാനൊരു അനുഗ്രഹമായിട്ട് മാറുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവമക്കള് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നു. അതായത് പണം മാത്രമാണ് അനുഗ്രഹമെന്ന് പറയുന്നില്ല കേട്ടോ. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ വേല വളരുന്നു. അനേകരുടെ ജീവിതത്തിൽ അത് ആത്മീയ അനുഗ്രഹത്തിന് കാരണമായി മാറുന്നു. നിന്നെയും അതുപോലെയാക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തി 1000 പേരായിട്ട് മാറും. വലിയ സമൂഹമായി, വലിയ ജനമായിട്ട് മാറുവാനിടയാകും. അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറും. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശുവിൽ വിശ്വസിക്കുന്ന എത്ര ആളുകൾ അവരുടെ വീട്ടുകാർക്ക്, അവരുടെ കുടുംബക്കാർക്ക് അനുഗ്രഹമായിട്ടുണ്ട്? നീ കാരണം നിന്റെ സ്നേഹിതർ, നിന്റെ ചുറ്റുപാടുമുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടോ? യോസെഫ് കാരണം യോസെഫിന്റെ ഭവനത്തിലെ എല്ലാവർക്കും അന്ന് ആഹാരം ലഭിക്കാനിടയായി. അവനാൽ അനുഗ്രഹിക്കപ്പെടുവാനിടയായി. യേശുക്രിസ്തു ക്രൂശിൽ ചെയ്തതായ യാഗത്തിൽ കൂടി, ആ ബലിയിൽ കൂടി, അവൻ ക്രൂശിൽ ചൊരിഞ്ഞതായ രക്തത്തിൽ കൂടി ഇന്ന് സകല മനുഷ്യർക്കും, വർത്തമാന ഭൂത ഭാവി കാലത്തിലെ സകല മനുഷ്യർക്കും ആ കർത്താവ് അനുഗ്രഹമായിട്ട് മാറിയിരിക്കുന്നു. യേശുക്രിസ്തു ധനം സമ്പാദിച്ചില്ല, വസ്തുവകകൾ വാങ്ങിക്കൂട്ടിയില്ല, ബിൽഡിങ്ങുകൾ കെട്ടിയില്ല. യേശു ധനം സമ്പാദിച്ചു കൂട്ടിയില്ല. അവന്റെ മരണസമയത്ത് അവനുണ്ടായിരുന്ന വസ്ത്രം പോലും അവനെ ക്രൂശിച്ചവർ ചീട്ടിട്ട് എടുക്കുവാനിടയായി. അവനൊരു സമ്പാദ്യവുമില്ലായിരുന്നു. അവന്റെ ശിഷ്യന്മാർക്ക് അവൻ മരിച്ച സമയത്ത് എന്താണ് കൊടുത്തത്? ഒന്നും കൊടുത്തില്ല. ഒരു ഡോക്യുമെന്റ്സും സമ്പത്തും ഒന്നും കൊടുത്തില്ല. ഒന്നും ഇല്ലായിരുന്നു. യേശുവിന്റെ മരണശേഷം എല്ലാവരും വിചാരിച്ചു കഥ കഴിഞ്ഞു പോയി എന്ന്. എന്നാൽ എന്താണ് സംഭവിച്ചത്? യേശുക്രിസ്തു ആ 12 പേർക്ക് കൊടുത്തതായ അവന്റെ അനുഗ്രഹം, എന്നെപ്പോലെയുള്ള ദൈവദാസന്മാർക്ക് ലഭിച്ചതായ അനുഗ്രഹം, നിങ്ങളെപ്പോലെയുള്ള വിശ്വാസികൾക്ക് ലഭിച്ചതായ അനുഗ്രഹം, നിങ്ങളെപ്പോലെയുള്ള സുവിശേഷകർക്ക് ലഭിച്ച അനുഗ്രഹം, വീതിയിൽ കൂടി നടക്കുന്ന വ്യക്തികൾക്ക് ലഭിച്ച അനുഗ്രഹം, ഗ്രാമത്തിൽ താമസിക്കുന്ന യൗവനക്കാർക്ക് ലഭിച്ചതായ അനുഗ്രഹം ഇന്ന് പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. ചെരുപ്പുകുത്തിയായിരുന്ന വില്യം കേരി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ഭാരതത്തിന് മുഴുവൻ അനുഗ്രഹ വിഷയമായിട്ട് മാറി. വിവിധ ഭാഷകളിൽ ബൈബിൾ തർജ്ജമ ചെയ്യുവാൻ ഇടയായി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടു പോയാൽ ഇപ്പോഴൊന്നും പറഞ്ഞു തീരില്ല ദൈവം ചെയ്തതായ അത്ഭുതങ്ങൾ. ഈ ദിവസം ഒരു അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകാം. അനുഗ്രഹമായിട്ട് കടന്നു പോകാം. ലോകത്തിന് തന്നെ അനുഗ്രഹമായിട്ട് മാറാം. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മക്കളുടെ മക്കൾക്ക് അനുഗ്രഹമായിട്ട് മാറാം. നമ്മുടെ സ്നേഹിതർക്ക്, നമ്മുടെ സ്വന്തക്കാർക്ക്, നമ്മുടെ കുടുംബക്കാർക്ക് വലിയൊരു അനുഗ്രഹ വിഷയമായിട്ട് മാറാം. അതേപോലെ ഒരു അനുഗ്രഹം നിന്നിലേക്ക് ഇപ്പോൾ ഇറങ്ങി വരാൻ പോകുകയാണ്. അവൻ നമ്മെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നും താഴേക്ക് കുനിഞ്ഞു നോക്കുന്നു. ഏത് മകനാണ് എന്നോട് പ്രാർത്ഥിക്കുന്നത്? ഏത് മാതാവാണ്, ഏത് പിതാവാണ് എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നത്? അവരെ ഞാൻ അനുഗ്രഹിക്കും എന്ന് കർത്താവ് പറയുന്നു. അനുഗ്രഹത്തിന് വേണ്ടി അന്ന് യാക്കോബ് പ്രാർത്ഥിച്ചു. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ കർത്താവെ ഞാൻ നിന്നെ വിടുകയില്ല. ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നിന്റെ അനുഗ്രഹം എൻ്റെ മേൽ വരണമേ. എൻ്റെ ജീവിതത്തിൽ മുഴുവനും ദുഃഖമാണ്, വേദനയാണ്, ജീവിതത്തിൽ മുഴുവനും സങ്കടമാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കാവൽ വേണം. എൻ്റെ ജീവിതത്തിൽ യാതൊരു സുരക്ഷിതത്വവുമില്ല. എൻ്റെ മക്കളുടെ ജീവിതം നശിച്ചിരിക്കുന്നു. എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. കർത്താവേ, നിന്റെ കാവൽ എനിക്ക് വേണം. എന്നോട് നീ കരുണ കാണിക്കണമേ. നിന്റെ സമാധാനം എനിക്ക് നൽകുമാറാകണമേ. എന്നെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് ചോദിക്കുക. അതുപോലെ തന്നെ എന്നെ അനുഗ്രഹിക്കൂ എന്ന് പറയുന്ന ആളുകളെല്ലാം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുക. പ്രാർത്ഥനയോടുകൂടി ഈ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. നിനക്ക് ആ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കും. നിന്റെ ആഹാരത്തെ അവൻ അനുഗ്രഹിക്കാനിടയാകും.
നിന്റെ കലത്തിലെ മാവ് കുറഞ്ഞു പോകാതെ, നിന്റെ ഭരണിയിലെ എണ്ണ കുറയാതെ അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നിന്റെ ഭരണിയിൽ അവശേഷിക്കുന്ന അല്പം എണ്ണ അനുഗ്രഹിച്ചാൽ നിന്റെ കടബാധ്യത മുഴുവനും തീർക്കുവാനിടയാകും. അത്ഭുതങ്ങൾ ചെയ്യുന്നതായ യേശുവേ, എനിക്ക് സമാധാനം നൽകണം, എനിക്ക് മനഃശാന്തി നൽകണമേ അപ്പാ. എന്നോട് കരുണ കാട്ടണമേ. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നീ സമാധാനത്തോടുകൂടി ഇവിടെ നിന്ന് കടന്നു പോക. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നീ ഇവിടെ നിന്ന് പോയി ഇനിയും പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ അക്കാലത്ത് അനുഗ്രഹിച്ചതായ ദൈവം ഈ കാലത്ത് നിന്നെയും അനുഗ്രഹിക്കുന്നു, നമ്മയെല്ലാം അനുഗ്രഹിക്കുന്നു. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നീ പോയി പാപം ചെയ്യരുത്. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ നല്ല സമയത്ത് ഉണങ്ങി വരേണ്ട ഒരു ഭൂമിയെപ്പോലെ നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായ അവസ്ഥയിലാണ് ഞങ്ങൾ. വരണ്ടു കിടക്കുന്ന ഒരു ഭൂമി പോലെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഞങ്ങളിലേക്ക് വർഷിക്കേണ്ടതിനു വേണ്ടി ദാഹത്തോടെയായിരിക്കുന്നു. ഞങ്ങൾക്ക് അനുഗ്രഹം വേണമപ്പാ. നിന്റെ അനുഗ്രഹം നീ ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ കാവൽ ഞങ്ങൾക്ക് ആവശ്യമാണ്. നിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് വേണം. നിന്റെ സമാധാനം ഞങ്ങൾക്ക് വേണം. അതില്ലാതെ ഞങ്ങൾക്കിവിടെ ജീവിക്കുവാൻ കഴിയില്ലപ്പാ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അന്ന് ഇസ്രായേൽ മക്കളെ നീ അനുഗ്രഹിച്ചതുപോലെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന സകല മക്കളെയും നീ അനുഗ്രഹിക്കുമാറാകണമേ. യഹോവയായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് സംരക്ഷിക്കുമാറാകട്ടെ. ദൈവം തൻ്റെ മുഖപ്രകാശം നിങ്ങളുടെ മേൽ ഉദിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് കരുണ കാണിക്കട്ടെ. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രകാശം ഇറങ്ങി വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം ലഭിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും ഇവിടെ ഇന്ന് കടന്നു വന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന സകല വ്യക്തികളുടെ മേലും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ദൈവത്തിന് സ്തോത്രം. സഹോദര സഹോദരി, പരസ്പരം സ്നേഹത്തോടെയായിരിക്കുക, പരസ്പരം ക്ഷമിക്കുക. ഉടമ്പടി ചെയ്തതായ ഭാര്യ ഭർത്താക്കന്മാരാണല്ലോ. വേർപിരിയാനായിട്ട് ആഗ്രഹിക്കരുത്. വിടുതൽ പ്രാപിക്കുവാൻ കർത്താവിൻ്റെ പാദപീഠത്തിൽ ചെല്ലുക. ദൈവം തൻ്റെ അത്ഭുത കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോൺ ചെയ്ത് ഞങ്ങളോട് പറയുക. വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക. ദൈവം തൻ്റെ അത്ഭുത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ഇടയാക്കും. തകർന്നുപോയ എത്രയോ കുടുംബങ്ങളെ ദൈവം പണിതെടുത്തു. ഇന്നവർ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നു. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും. സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഞങ്ങൾ എങ്ങനെയാണ് സഹായങ്ങൾ അയക്കേണ്ടതെന്ന് എന്നിൽ ചിലർ ചോദിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അയക്കാൻ കഴിയും. ഓൺലൈനിൽ കൂടിയും DDMO കൂടിയും സഹായങ്ങൾ അയക്കാൻ കഴിയും. നിങ്ങളിൽ അനേകർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഇതാ ഈ സ്ക്രീനിൽ ഞങ്ങൾ ഇപ്പോൾ കൊടുക്കുകയാണ്. ഈ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളുടെ സഹായം അയക്കാൻ കഴിയും. നിങ്ങളുടെ സഹായങ്ങൾ വിശ്വസ്തയോടെ കർത്താവിൻ്റെ നാമത്തിൽ ഉപയോഗിക്കുന്നു. നിങ്ങൾക്കും പ്രതിഫലം ലഭിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി 08939393939 എന്ന നമ്പറിലേക്ക് വിളിക്കുക. സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയിലാണോ? എല്ലാ ദിവസവും കലഹമാണോ? പരസ്പരം വിദ്വേഷത്തോടെ ഇരിക്കുകയാണോ? വിവാഹമോചനം ആവശ്യപ്പെടുകയാണോ? വേർപിരിയാൻ തീരുമാനിച്ചിരിക്കുന്നോ? അതോ ജീവനിൽ കൊതിയില്ലാതെ മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നോ? അരുത്, അതിൻ്റെ ആവശ്യമില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിന്റെ ഭാര്യയെ മാറ്റിയെടുക്കും. ദൈവം നിന്റെ ജീവിതവും മാറ്റും, ഭാര്യയുടെ ജീവിതവും മാറ്റും.
2 കരങ്ങളും കൂട്ടിയടിച്ചിട്ടല്ലാതെ ശബ്ദം വരില്ലല്ലോ. നിന്റെ ഭാര്യ നല്ലവളാണ്, നീയാണ് മോശക്കാരൻ, അല്ലെങ്കിൽ നീ നല്ലവനാണ്, ഭാര്യ മോശക്കാരി എന്നൊരിക്കലും പറയാൻ കഴിയില്ല. 2 പേരിലും കുറവുകളുണ്ട്. 2 പേർക്കും പരസ്പരം ക്ഷമിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകുന്നത്. സഹോദര, ക്ഷമിക്കുക. സഹോദരി, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരാളെങ്കിലും ദൈവത്തിന്റെ ഹിതപ്രകാരം നിൽക്കുക. 2ാമത്തെ വ്യക്തിയെ കർത്താവ് തന്നെ മാറ്റിയെടുക്കും. 2 പേരും കർത്താവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തെ സ്വർഗമാക്കി കർത്താവ് മാറ്റിയെടുക്കാനിടയാകും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ആശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും വിവരങ്ങളും അറിയിക്കുക. ഞാൻ തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ട് തന്നെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് പ്രേരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളോട് ഫോൺ വിളിച്ച് സംസാരിച്ച് നിങ്ങൾക്കാവശ്യമായ ഉപദേശങ്ങൾ നൽകാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇന്ന് എത്രയോ ആളുകളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി തകർക്കപ്പെട്ട കുടുംബങ്ങൾ കർത്താവ് പണിയുന്നു. നിങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ പറഞ്ഞു തീർക്കുക. അത് വലുതാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിലെ രഹസ്യങ്ങൾ നിങ്ങളിൽ തന്നെ ഇരിക്കുക. നാട്ടുകാരോട് പറയരുത്. പറയണമെന്നുണ്ടെങ്കിൽ കർത്താവിനോട് പറയുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളോട് പറയുക. ശരിയായ ഉപദേശം ലഭിക്കും, പ്രാർത്ഥനാ സഹായവും ലഭിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഫോൺ ചെയ്ത് നിങ്ങളുടെ പേരും വിവരങ്ങളും അറിയിക്കുക, അല്ലെങ്കിൽ SMS കൂടിയാണെങ്കിലും അറിയിക്കുക, അല്ലെങ്കിൽ ഒരു കത്തെഴുതുക. വിശദമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ഒരുക്കത്തോടെ ആയിരിക്കുന്നു. കർത്താവിൻ്റെ ഹിതമെങ്കിൽ വീണ്ടും കാണാം. അപ്പോൾ വരെ ദൈവത്തിൻ്റെ മഹാകൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ